ചങ്ങായിമാരെ ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മളെ മരിയോ ജോസഫിനെ കുറിച്ചാണ്. നമ്മളെ പഴയ സുലൈമാനിലെ മൂപ്പറെ കുറിച്ച്, നമ്മളെ പുതിയ ജോസഫിനെ കുറിച്ച്. നമ്മളെ ജോസഫ് ഉണ്ടല്ല പൈസ ഉണ്ടാക്കാൻ വേണ്ടി മതം മാറിയിട്ട് ക്രിസ്ത്യാനിയായിട്ട് മരിയോ ജോസഫ് എന്നുള്ള നല്ല സുന്ദരമായ നാമല സ്വീകരിച്ചിട്ട് കോടിക്കണക്കിന് രൂപ ക്രിസ്ത്യാനികളെ പഠിച്ചിട്ട് കോടിക്കണക്കിന് രൂപ സമ്പാദിച്ച് ലാസ്റ്റ് ആ കിട്ടിയ പൈസ ഉണ്ടല്ല കോടിക്കണക്കിന് രൂപ വീതം വെക്കുമ്പോ ഭാര്യയായിട്ട് ജോറ പ്രശ്നമായിട്ട് ദേഷ്യം പിടിച്ച ഭാര്യ ഉണ്ടല്ല മരിയോ ജോസഫിന്റെ ഭാര്യ ഒലക്കെ എടുത്തിട്ട് മരിയോ ജോസഫിന്റെ തലക്ക് ഒരു കീച്ചങ്ങ് കീച്ച് കിട്ടിയ നമ്മളെ മരിയോ ജോസഫിന്റെ തലയിന്നുണ്ടല്ല കിളിയങ്ങ് പാറി. അങ്ങനെ കിളി പാറിപ്പോയ മരിയോ ജോസഫിനെ കുറിച്ചാണ് ഞാനിപ്പോ പറയാൻ പോകുന്നത്. നമ്മൾ ഈ മരിയോ ജോസഫ് ഉണ്ടല്ല ഇന്നലെ ഒരു വീഡിയോ ചെയ്തു. വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ അൻസാരി ഉസ്താദിനെ രാജ്യദ്രോഹി എന്ന് വിളിച്ചുകൊണ്ടാണ് ഈ വൃത്തികെട്ടവൻ ആ വീഡിയോ ചെയ്തത്. അതായത് നമ്മൾ അൻസാരി ഉസ്താദ് ചെയ്ത ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോന്റെ അവിടുന്നും ഇവിടുന്നും കട്ടാക്കിയിട്ട് ഇവന് തോന്നിയ പോലെ വൃത്തികേട് പറഞ്ഞുകൊണ്ടാണ് ആ വീഡിയോ ചെയ്തത്. ഒന്നാമത് ഇവനുണ്ടല്ല ഭാര്യ എടുക്കുന്ന അടി കിട്ടിയ നാട്ടിൽ നല്ല വിലയാണ്, പുല്ല് വില. ഇവന്റെ കൂടി ഉണ്ടായിരുന്ന സംഘങ്ങളും ക്രിസങ്ങളൊക്കെ ഉണ്ടല്ല ഭാര്യ എടുക്കുന്ന കിട്ടിയപാട് ഇവനെ വിട്ടങ്ങ് പോയി. അപ്പൊ ഇവന്റെ തലയിൽ ഒതിച്ച ഒരു ബുദ്ധിയാണ്, ഒരു വൃത്തികെട്ട ബുദ്ധിയാണ് അൻസാരി ഉസ്താദിനെ കുറ്റം പറയാ. അൻസാരി ഉസ്താദിനെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ സംഘങ്ങളും ക്രിസങ്ങളും ഉണ്ടല്ല ഇവന്റെ അടുത്ത് കൂടെ വരും. കാരണം ഈ സംഘ ക്രിസക്കും അൻസാരി ഉസ്താദിനെ കാണുമുട്ടില്ല, വല്ലാണ്ടങ്ങ് കുരുപെട്ടു. എന്താണ് നമുക്ക് ആദ്യം തന്നെ ഭാര്യ എടുക്കുന്ന അടികിട്ടി കിളിപോയ തലേന്ന് കിളിമാറിപ്പോയ ഈ മരിയോ ജോസഫ് അൻസാരി ഉസ്താദിനെ കുറിച്ച് എന്താണ് പറഞ്ഞെന്ന് കേട്ടിട്ട് വരാം. അതിനുശേഷം ഇവന് കൊടുക്കാനുള്ളത് വയറ് നിറയെ കൊടുക്കുകയും ചെയ്യാം. കൂട്ടുകാർ ചുമ്മാ ഈ വീഡിയോ ഒന്ന് കേട്ടു നോക്കിയേ. ഇതല്ലേ മണി, ഞങ്ങള് വീട്ടിലെ കൊച്ചുങ്ങൾ മുറ്റ തപ്പിയിടുമ്പോ ഇതുകൊണ്ട് കോരിക്കളയാം. ഇദ്ദേഹം 2 വർഷം മുമ്പ് സോഷ്യൽ മീഡിയയിൽ പതുക്കെ പിച്ച് വെച്ച് തുടങ്ങുന്ന കാലത്ത് എന്നെ കുറേ ട്രോളിയിട്ടുണ്ട്. ഞാൻ തിരിച്ചൊന്നും ട്രോളാൻ പോയിട്ടില്ല, കാരണം ഞാൻ അങ്ങനെ ചെയ്യാറില്ല, നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ ഇസ്ലാമിനെ വിമർശിച്ചിട്ടുണ്ട്, ചിലപ്പോൾ മറ്റു മതങ്ങളെ വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ വ്യക്തികളെ പൊതുവെ അങ്ങനെ വിമർശിച്ച് വീഡിയോ ഇടുന്ന ഒരാളല്ല ഞാൻ. കാരണം ദൈവം മനുഷ്യ ഹൃദയത്തിൽ വസിക്കുന്നു എന്ന ഒരു ചിന്ത ഉള്ളതുകൊണ്ട് മനുഷ്യനെ അങ്ങനെ വേദനിപ്പിക്കാറില്ല, ആശയങ്ങളെ മാത്രമേ ഡിഫെൻഡ് ചെയ്യാറുള്ളൂ. ഇത് ആദ്യമായിട്ട് ഇദ്ദേഹത്തെ വിമർശിക്കുകയല്ല, ഇദ്ദേഹത്തിന്റെ ഹാസ്യപരമായ സംസാര ശൈലി ഒത്തിരി ഇഷ്ടപ്പെട്ടു പോയതുകൊണ്ടും ഇടയ്ക്കിടയ്ക്ക് ഞാൻ അദ്ദേഹത്തിന്റെ ചില കാര്യങ്ങൾ കണ്ട് ഒത്തിരി പ്രാവശ്യം ഞാൻ തന്നെ പറയണമെന്ന് വിചാരിച്ച കാര്യം അദ്ദേഹം പറയുന്ന കണ്ടൊക്കെ ഉണ്ട് എനിക്കൊരു ഇഷ്ടം തോന്നി. ആ ഇഷ്ടം തോന്നിയതുകൊണ്ടാണ് ഞാൻ കാണിച്ചത്. പക്ഷേ അതേസമയത്ത് അൻസാരി സുഹരി എന്ന സഹോദരനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഭാരതത്തിൽ ജനിച്ചതാണെന്ന എൻ്റെ വിശ്വാസം, എനിക്കറിയില്ല കേട്ടോ. എന്നാലും ഇപ്പോൾ ജീവിക്കുന്ന ഭാരതത്തിലാണ്. ആലപ്പുഴക്കാരൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. ഭാരതത്തിന്റെ എല്ലാ ആനുകൂല്യങ്ങളും നിങ്ങൾ ആസ്വദിക്കുന്നുണ്ട്, ഒരു സംശയം വേണ്ട. ഭാരതത്തിന്റെ കറൻസി, അതായത് ഈ രാജ്യത്തിന്റെ നോട്ട്, ആ നോട്ടിനെ പരസ്യമായി അവഹേളിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അതൊരു കുറ്റമാണ് കേട്ടോ. നിങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ മക്കൾ മുറ്റത്ത് അപ്പിടുമ്പോൾ ഈ സാധനം കൊണ്ട്, അതായത് 500 രൂപയുടെ നോട്ട് കൊണ്ട് കോരിക്കളയുന്നു. 500 രൂപ ഉണ്ടെങ്കിൽ 5 ദിവസം സുഭിക്ഷമായി ജീവിക്കുന്ന കുടുംബങ്ങളെ എനിക്കറിയാം. നിങ്ങൾ 500 രൂപ അപ്പിക്കോരാൻ എടുക്കരുത്, അത് അർഹതപ്പെട്ടവർക്ക് കൊടുക്കാൻ തന്നെ സകാത്തായിട്ടോ സദക്കയായിട്ടോ ഉപയോഗിക്കണമേ എന്നൊരു വിനയം അഭ്യർത്ഥന. രണ്ടാമത് ഇദ്ദേഹം പറഞ്ഞ ബാക്കി നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടേ. ഇല്ലാത്തവനെ ഇത് ഈ മണി നോക്കി നടക്കും. ഈ മണിയുള്ളവൻ ഇതിട്ട് മണി ഉണ്ടാക്കും. ഈ മണിയുള്ളവൻ ഈ മണിയുടെ പിന്നാലെ പോകും. മണിനെ മനസ്സിലായ ഒരർത്ഥത്തിൽ ഏറ്റവും ഓൾഡസ്റ്റ് സംസ്കാരം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ സംസ്കാരമാണ്. ഇന്ത്യ ഷുഡ് ബി എന്നാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുക. കാരണം കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നമ്മൾ സഞ്ചരിച്ചാൽ ഓരോ സ്റ്റേറ്റിലും വ്യത്യസ്ത ഭാഷകൾ ഉള്ളതുപോലെ ഓരോ ജില്ലയിലും, അതായത് നിങ്ങൾ തിരുവനന്തപുരം ജില്ലയിലുള്ള എല്ലാ സംസ്കാരവും കൊല്ലം ജില്ലയിൽ കാണില്ല, കൊല്ലം ജില്ലയിലുള്ളത് പലതും ആലപ്പുഴയ്ക്ക് വരുമ്പോൾ കാണില്ല. എന്ന് പറഞ്ഞാൽ ഓരോ ജില്ലയിലും വിഭിന്നതയുള്ള രാജ്യമാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി എന്തുമാത്രം നാനാത്തം കിടക്കുന്ന രാജ്യമാണ്. ഇതിലൊരു ഏകത്തുണ്ട്. മുഹമ്മദ് നബിയൊക്കെ ജനിക്കുന്നതിനും 1000-1500 വർഷം മുമ്പ് ജീവിച്ചിരുന്ന വർത്തമാന മഹാവീരന്റെ കാലത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഫോളോ ചെയ്യുന്ന ആളുകളിലെ ഒരു വിഭാഗമാണ് ഡിഗംബരാസ് സ്വയംവരാസൊക്കെ. പുറത്തിറങ്ങുമ്പോൾ ഇവർ കൗബീനം അല്ലെങ്കിൽ കോണം കൊടുക്കുക എന്നുള്ളത് വലിയ മഹാതെറ്റൊന്നുമല്ല അന്നത്തെ കാലത്ത്. നിങ്ങൾ അന്നത്തെ കാലത്ത് ഓർക്കണം, ഇന്നത്തെ കാലത്ത് ഓർക്കണം. ഇന്നും കൗബീനം കൊടുത്ത് ഇന്ത്യയുടെ സംസ്കാരത്തിൽ ജീവിക്കുന്ന ആളുകളുണ്ട്. അൻസാരി സുഹരി സാറിനോടാണ് പറയുന്നത്, താങ്കൾ ഈ മണി എന്ന് പറഞ്ഞിട്ട് കളിയാക്കിയത് ആ മനുഷ്യന്റെ, ആ ധർമ്മസ്വാമിയുടെ ദക്കറിനെ, എനിക്ക് മലയാളത്തിൽ പറയാൻ നാളുകളുണ്ട്. അൻസാരി സുഹരി ഒരു കാര്യം അറിയണം, നിങ്ങൾ ഉണ്ടായത് നിങ്ങളുടെ ബാപ്പാന്റെ ദക്കറും ഉമ്മാന്റെ ഫർജും ചേർന്നിട്ടാണ്. എന്തേ നിഷേധിക്കാൻ പറ്റുമോ? നിഷേധിക്കാൻ പറ്റുമോ ഉസ്താദേ? നിങ്ങളുടെ ബാപ്പാന്റെ ദക്കറും ഉമ്മാന്റെ ഫർജും ചേർന്നുണ്ടായതാണ് നിങ്ങൾ. അതുകൊണ്ട് ദക്കർ വലിയ മോശമായ സാധനമൊന്നുമല്ല, ഫർജ് വലിയ മോശമായ സാധനമൊന്നുമല്ല. ഓക്കെ മിസ്റ്റർ മരിയോ ജോസഫെ, ആ പറഞ്ഞ സാധനം ഉണ്ടല്ല, നിഷേധിക്കാൻ പറ്റാത്ത ആ സാധനം താങ്കളുടെ മാതാവും പിതാവും നാട്ടുകാരെ മൊത്തം കാണിച്ചുകൊണ്ടായിരുന്നു നടന്നിരുന്നത്. അതൊക്കെ പോട്ടെ, ആ പറഞ്ഞ സാധനം താങ്കൾക്കും താങ്കളുടെ ഭാര്യക്കുണ്ടല്ലോ. താങ്കൾ രണ്ടാളും ആ സാധനം നാട്ടുകാരെ മൊത്തം കാണിച്ചു ദേ കണ്ടോ എന്ന് പറഞ്ഞാണോ നടന്നത്? അല്ലല്ലോ, അതൊക്കെ പൊത്തി ആൾക്കാരെ കാണിക്കാതെ തന്നെ അല്ലേ നടന്നത്? എന്റെ മറിയോ ജോസഫെ, തലക്കടി കൊണ്ട മറിയോ ജോസഫെ. പിന്നെ താനുണ്ടല്ലോ അതിന്റെ അടുക്ക് ഉസ്താദിന ഇന്ത്യക്കാരനാണെന്നൊക്കെ സംശയത്തോടെ ചോദിക്കുന്നുണ്ട്. ഉസ്താദുണ്ടല്ലോ അൻസാരി ഉസ്താദ് നല്ല നമ്പർ 1 ഇന്ത്യൻ മുസ്ലിമാണ്, നമ്പർ 1 ഇന്ത്യൻ മുസ്ലിം. അല്ലാതെ തന്നെ പോലെ നമ്പർ 1 ഇന്ത്യൻ ഫ്രോഡല്ല. അതായത് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ക്രൈസ്തവരെയും ഒരുപോലെ പഠിച്ചിരിക്കുന്ന നമ്പർ 1 ഫ്രോഡല്ല അൻസാരി ഉസ്താദ് കേട്ടാ. അതുകൊണ്ട് അൻസാരി ഉസ്താദ് ഉണ്ടല്ലോ ആ മണിയും തൂക്കി നടക്കുന്ന ആ സാമീനെ ഉണ്ടല്ലോ വിമർശിച്ചാല് യാതൊരു കുഴപ്പമില്ല. ആ ചങ്ങായി തുണി ഉടുക്കാണ്ട് സ്കൂളിലൊക്കെ കയറി ചെല്ലുന്ന, ഉത്തരേന്ത്യ സ്കൂളിലൊക്കെ കയറി ചെല്ലുന്ന എത്രമാത്രം വീഡിയോകൾ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരുണ്ടല്ലോ അൻസാരി ഉസ്താദ് മാത്രമല്ല ഞാനും വിമർശിക്കും, ബുദ്ധിയും ഇതിലുള്ള എല്ലാവരും ഉണ്ടല്ല അത്തരം ആൾക്കാരെ നല്ലോണം വിമർശിക്കും. പക്ഷെ താങ്കൾക്കുണ്ടായ പ്രശ്നം എന്താ വെച്ചാല് താങ്കൾക്ക് ഭാര്യ എടുക്കുന്ന തലക്കടി കിട്ടിയില്ലേ? തലക്കടി കിട്ടിയ ശേഷം കിളി മാത്രമല്ല താങ്കളുടെ പോയത്, താങ്കളുടെ തലയുള്ള ബുദ്ധി ഉണ്ടല്ല, ബുദ്ധിയും കൂടി ആ കിളീന്റെ പങ്ക് പാറിപ്പോയി. ഇനി നമുക്ക് എന്തായാലും ഈ കിളി പാറിപ്പോയ മരിയോ ജോസഫിന് മറുപടി കൊടുക്കുന്നതിന് മുമ്പില് അൻസാരി ഉസ്താദ് ചെയ്ത ആ വീഡിയോ ഉണ്ടല്ല, ആ വീഡിയോ
വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടിട്ട് വന്നാലോ? ആ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾക്ക് കണ്ടെങ്കിൽ ഈ വേട്ടാവളിൻ എന്ത് വൃത്തികരാണ് ഈ വീട്ടിൽ പറഞ്ഞുണ്ടാക്കിയെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. എന്തായാലും നമുക്ക് അൻസാരി ഉസ്താദ് ചെയ്ത ആ ഒറിജിനൽ വീഡിയോ ഉണ്ടല്ലോ, ആ ഒറിജിനൽ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. ഇതേപോലെ തന്നെ ക്ഷേത്ര നഗരികളില് പത്മനാഭസ്വാമി ക്ഷേത്രം ഒഴിച്ച് മറ്റുള്ള എല്ലാ പ്രധാന ക്ഷേത്രങ്ങളുടെയും ചുറ്റുമുള്ള സ്ഥലങ്ങൾ മുസ്ലിം സമൂഹം വാങ്ങിക്കൂട്ടുകയാണ്. അതേപോലെ തന്നെ വ്യാപാര കേന്ദ്രങ്ങൾ കേരളത്തില് 5000 കോടിക്കും 10000 കോടിക്ക് ഇടയ്ക്കാണ് മത്സ്യ വിപണി എക്സ്പോർട്ട് അടക്കം. അതിന്റെ ഭൂരിപക്ഷം ഈ പ്രത്യേക സമുദായം കൈയാളുന്നു. 20000 കോടിയോളം വരുന്ന പച്ചക്കറി വിപണി പൂർണ്ണമായിട്ടും അവർ കൈയടക്കുന്നു. എന്റെ പൊന്നെണ്ണ എന്തൊരു കഷ്ടമോ ഇത്. ഞങ്ങൾക്ക് നല്ല വീട് മേടിക്കാൻ പറ്റത്തില്ല, നല്ല കച്ചവട സ്ഥാപനം തുടങ്ങാൻ പറ്റത്തില്ല, നല്ല ആഹാരം കഴിക്കാൻ പറ്റത്തില്ല, നല്ല മക്കളെ ഉത്പാദിപ്പിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ കുറ്റപ്പെടുത്താതിരിക്കണമെങ്കിൽ ഇപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളോ പൈസ ചെലവാക്കത്തില്ല, നല്ല ആഹാരവും കഴിക്കത്തില്ല. നീ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ കുറ്റപ്പെടുത്താതിരിക്കാൻ വേണ്ടി ഇത് കണ്ടില്ലേ, ഇതല്ലേ മണി. ഞങ്ങൾ വീട്ടിലെ കൊച്ചുങ്ങൾ മുറ്റ തപ്പിയിടുമ്പോൾ ഇതുകൊണ്ട് കോരിക്കളയാം. കാരണം ഇതിനിപ്പോ ഇനി ഉപയോഗമില്ലല്ലോ. നിങ്ങൾ ഞങ്ങളെ കുറ്റപ്പെടുത്തത്തില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇതൊക്കെ അങ്ങ് കൂട്ടി വെച്ചേക്കാം. എന്റെ പൊന്നെണ്ണ, ഇത് ഉള്ളവൻ ഇത് വീണ്ടും കളത്തിലിറക്കി കച്ചവടത്തിലിറക്കി പൈസ ഉണ്ടാക്കും. ഇല്ലാത്തവനെ ഇത് ഈ മണി നോക്കി നടക്കും. ഈ മണിയുള്ളവൻ ഇതിട്ട് മണി ഉണ്ടാക്കും. ഈ മണിയുള്ളവൻ ഈ മണിയുടെ പിന്നാലെ പോകും. മണീനെ മനസ്സിലായ? കേട്ടല്ലോ നിങ്ങൾ അൻസാരി ഉസ്താദ് പറഞ്ഞതിൽ എന്താണ് തെറ്റ്? ഉസ്താദ് എവിടെയെങ്കിലും ആ രൂപയെ, ഇന്ത്യൻ രൂപയെ എവിടെയെങ്കിലും കളിയാക്കിയിട്ടുണ്ടോ? എവിടെയും കളിയാക്കിയില്ല. ആ വർഗീയത പറഞ്ഞ, പച്ച വർഗീയത പറഞ്ഞ ആ സംഖ്യക്കിട്ടില്ല. നല്ല കൃത്യമായ, നല്ല മനോഹരമായ മറുപടിയാണ് അൻസാരി ഉസ്താദ് ആ വീഡിയോ ചെയ്തത്. അൻസാരി ഉസ്താദ് ചെയ്ത ഈ വീഡിയോന്റെ ചില ഭാഗങ്ങൾ മാത്രം കട്ടാക്കിയിട്ടാണ് ഈ വേട്ടാവളി ഉണ്ടല്ല സംഘികളെയും ക്രിസംഖികളെയും സുഖിപ്പിക്കാണ്ടിട്ട് ഇവന്റെ വൃത്തികെട്ട വീഡിയോ ചെയ്തു വെച്ചത്. എനിക്ക് മിസ്റ്റർ മരിയ ജോസഫ് ഒന്നേ നിന്നോട് പറയുള്ളൂ, നിന്റെ പെണ്ണുമ്പുള്ള നിനക്ക് തന്നതുണ്ടല്ല വളരെ കുറവായിപ്പോയി. അതായത് ഒലക്ക കൊണ്ട് മാത്രമായിരുന്നില്ല അത് നിനക്ക് കിട്ടേണ്ടിയിരുന്നത്. ഉരളില്ലേ, ഉരള് കൊണ്ടും നിന്റെ തലക്കിട്ട് നിന്റെ പെണ്ണുമ്പുള്ള നല്ലോണം കീച്ചണായിരുന്നു. കാരണം നീ ഇതുപോലെ തന്നെ ആയിരിക്കില്ല ആ പാവ സ്ത്രീയെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാവുക. അവിടുന്ന് ഇവിടുന്ന് എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് ആ പാവത്തിനെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാവുക. അപ്പൊ അവര് നിനക്ക് തന്നത് വളരെ കുറവായിപ്പോയി എന്ന് മാത്രമേ എനിക്ക് അഭിപ്രായമുള്ളൂ. പിന്നെ നീ ഈ വീഡിയോയിൽ പറഞ്ഞ് 500 രൂപ ഉണ്ടെങ്കിൽ ഒരു കുടുംബത്തിന് 5 ദിവസം ജീവിക്കാന്ന്. അങ്ങനെ 500 രൂപ ഇല്ലായിട്ടായിരിക്കും അല്ലേ നീ നിന്റെ ഭാര്യ തമ്മിൽ കോടികൾക്ക് വേണ്ടിട്ട് തല്ലുണ്ടാക്കിയിട്ട് നിനക്ക് തലക്കടി കിട്ടിയത്. അതുകൊണ്ട് ഇനിയും താണ്ടല്ല ഇതുപോലെ വൃത്തികെട്ട മനസ്സായിട്ടാണ് മുന്നോട്ട് പോകാൻ നോക്കുന്നെങ്കിൽ ഒലക്കയും മുരളും ഈ 2 സാധനമുള്ള ഭാഗത്തേക്കിട്ടില്ല താൻ പോകുകയേ വേണ്ട. ഇനിയും തനക്ക് ഒലക്ക കൊണ്ടും മുരള കൊണ്ടും നല്ലോണം കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം തന്റെ കയ്യിലിരിപ്പുണ്ടല്ല ഒലക്ക കൊണ്ട് കിട്ടാനുള്ളത് തന്നെയാണ്. പിന്നെ താൻ നേരത്തെ ഉണ്ടല്ല തുണിയില്ലാത്ത സ്വാമിക്ക് വേണ്ടി വല്ലാതെ അങ്ങ് വാദിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ടായി ഇന്ത്യ, ഭാരതം വിഭിന്നമായ ആശയങ്ങളും വിഭിന്നമായ വസ്ത്രധാരണങ്ങളൊക്കെ ഉള്ള ഒരു രാജ്യമാണെന്ന്. മിസ്റ്റർ തലക്കടി കൊണ്ട മരിയ ജോസഫെ, വിഭിന്നമായ വസ്ത്രധാരണമുള്ള രാജ്യം തന്നെയാണ് ഇന്ത്യ. പക്ഷേ വസ്ത്രം ധരിക്കാതെ തുണിയില്ലാതെ നടക്കുന്ന ഒരു രാജ്യമല്ല നമ്മുടെ ഭാരതം. അങ്ങനെ തുണിയില്ലാതെ ആൾക്കാർ നടന്നെങ്കിൽ അത് എന്തിന്റെ പേരിലായാലും ശരി, എന്ത് ഭക്തിന്റെ പേരിലായാലും ശരി, ആൾക്കാർ വിമർശിക്കും, നല്ലോണം വിമർശിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ തുണിയില്ലാത്ത ആൾക്കാർ വിമർശിക്കാൻ വേണ്ടി തനിക്ക് പറ്റാത്തതിന്റെ കാരണമുണ്ടല്ല. അന്ന് തനക്ക് ഭാര്യയുടെ തലക്കടി കിട്ടുമ്പോൾ ദൃക്സാക്ഷികൾ പറയുന്നുണ്ടായിരുന്നു തുണിയില്ലാതെ മരിയ ജോസഫ് എന്ന ജോസഫ് തുണിയില്ലാതെ ഓടിയിരുന്നു എന്ന്. ആ തുണിയില്ലാത്ത ഓട്ടത്തെ അനുസ്മരിച്ചുകൊണ്ടായിരിക്കും അല്ലേ തനിക്ക് തുണിയില്ലാതെ നടക്കുന്ന ഈ സ്വാമിയെ അത്രമേൽ ഇഷ്ടം. കാരണം ഇനിയും തുണിയില്ലാതെ ഓടേണ്ട വരുമെന്ന്. ഇതേ കളിയാണെങ്കിൽ തന്റെ കയ്യിലിരിപ്പാണെങ്കിൽ ഇനിയും തുണിയില്ലാതെ താൻ ഒരുപാട് ഓടേണ്ടി വരും, എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് നീ സംഘികളെയും ക്രിസംഖികളെയും സുഖിപ്പിക്കാൻ വേണ്ടി എല്ലാവരും ബഹുമാനിക്കുന്ന, ജാതി മത ഭേദമന്യേ കേരളക്കാരെ മൊത്തം ബഹുമാനിക്കുന്ന അൻസാരി ഉസ്താദിനെ കുറ്റം പറഞ്ഞുകൊണ്ട് വന്നെങ്കിൽ മിസ്റ്റർ മരിയ ജോസഫെ, എനിക്കൊന്നേ പറയാനുള്ളൂ, ജോസഫെ മോനെ ഒത്തില്ല. അപ്പോഴെന്തായാലും ഒരിക്കൽ കൂടി ഭാര്യ എടുക്കുന്ന തലക്ക് നല്ല കീച്ചു കിട്ടി തലയിൽ നിന്ന് കിളിവാറിപ്പോയ മരിയ ജോസഫിനും എന്റെ അൻസാരി ഉസ്താദിനും പിന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാം.